ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കായി സർക്കാർ പുതിയ ആയുധം തേടുകയാണോ? ക്രൈസ്തവ സഭകൾക്ക് കീഴിലുള്ള സന്നദ്ധ സംഘടനകളുടെയും ആരാധനാലയങ്ങളുടെയും ശ്വാസം മുട്ടിക്കാൻ FCRA നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ അത്യന്തം അപകടകരമാണ്. രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞ് ഭരണകൂടം നടത്തുന്ന ഈ നീക്കം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെയും ഭരണഘടനാ അവകാശങ്ങളെയും കുഴിച്ചുമൂടാനുള്ള ഏറ്റവും പുതിയ ശ്രമമാണ്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചും അവരെ ഭയപ്പെടുത്തി നിർത്താനുമുള്ള BJP സർക്കാരിന്റെ നീക്കങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. വിദേശ സഹായം സ്വീകരിക്കുന്ന സംഘടനകളുടെയും ആരാധനാലയങ്ങളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ വ്യവസ്ഥ. ഈ നിയമ ഭേദഗതികൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് രാജ്യത്തെ ക്രിസ്ത്യൻ സഭകളെയും അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ജീവകാരുണ്യ സ്ഥാപനങ്ങളെയുമാണ്. സഭകളുടെ പ്രവർത്തനങ്ങളെയും ഫണ്ടിങ്ങിനെയും തകർക്കാനുള്ള ഗൂഢതന്ത്രമാണിതെന്ന് വ്യക്തം. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിന് നേരെയുള്ള കടന്നുകയറ്റം ഒരു വശത്ത് നടക്കുമ്പോൾ ക്രിസ്ത്യൻ സഭകളെയും അവരുടെ സ്ഥാപനങ്ങളെയും കൂട്ടിക്കെട്ടാനുള്ള തന്ത്രമാണ് മറുവശത്ത് മെനയുന്നത്. ആരാധനാലയങ്ങളും അവയുടെ സ്വത്തുക്കളും ഏറ്റെടുത്ത് ഇഷ്ടമുള്ളവർക്ക് കൈമാറാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഈ കരിനിയമം സഭകളുടെയും ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഈ നീക്കങ്ങൾ നടക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീതിയുടെ നിഴലിൽ നിർത്തുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. സഭകളെയും വഖഫ് ബോർഡിനെയും ഒരേപോലെ ആക്രമിക്കുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനതയെ അന്യവൽക്കരിക്കുകയും അവരെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിലൂടെ ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കി രാജ്യം ഭരിക്കാമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. എന്താണ് ഈ നിയമത്തിലെ കൊടും ചതി? FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുകയോ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ച് അത് റദ്ദാക്കുകയോ ചെയ്താൽ ആ ഫണ്ട് ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ആസ്തികൾ സർക്കാരിന് കണ്ടുകെട്ടാം. ഇവ വിൽക്കാനും മറ്റു സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകാനും സർക്കാരിന് അവകാശമുണ്ട്. ആരാധനാലയങ്ങൾ പോലും ഏറ്റെടുത്ത് ഇഷ്ടമുള്ളവർക്ക് കൈമാറാം. ചുരുക്കത്തിൽ ഒരു സ്ഥാപനം തകർക്കണമെന്നോ പിടിച്ചെടുക്കണമെന്നോ സർക്കാർ തീരുമാനിച്ചാൽ ഈ കരിനിയമം അതിന് വഴിയൊരുക്കുന്നു. ഇന്ത്യയിൽ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകര നിയമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. പരിധി വിട്ട അധികാരം കൈയാളുന്ന സർക്കാർ തങ്ങൾക്ക് വഴങ്ങാത്ത സ്ഥാപനങ്ങളെയും സംഘടനകളെയും സാമ്പത്തികമായി തകർക്കാൻ ഈ നിയമത്തെ ഉപയോഗിക്കും. ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനകളെ അനാവശ്യമായി സംശയ നിഴലിലാക്കുമ്പോൾ മറുവശത്ത് വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്നവർക്ക് സകല സ്വാതന്ത്ര്യവും നൽകുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ പ്രകടമാകുന്നത്. ജീവകാരുണ്യ സംഘടനകളാണോ അതോ രാജ്യം മുഴുവൻ വിഷം പടർത്തുന്ന വർഗീയ സംഘടനകളാണോ ഇന്ത്യയുടെ യഥാർത്ഥ ഭീഷണി? ഭരണഘടനാ അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ ഭേദഗതി നീക്കങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ അടിയന്തിരമായി പിന്തിരിയേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സ്നേഹിക്കുന്ന ജനതയിൽ നിന്നും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നോക്കുകുത്തികളായിരിക്കാൻ നമുക്കിനി സമയമില്ല. കാരണം ഇത് നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്.